പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ചെറിയൊരു വചനഭാഗം നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇങ്ങനെയാണ് പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. കർത്താവിന്റെ ശക്തമായ കരത്തിന് കീഴിൽ എളിമയോടെ താഴെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ സകല ഉത്കണ്ഠകളെയും കർത്താവിനെ ഭരമേൽപ്പിക്കുകയും അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. അതെ, നമ്മുടെ സകല കാര്യങ്ങളിലും ശ്രദ്ധാലുവായ ദൈവത്തെക്കുറിച്ചാണ് ഈ ഭാഗം പറയുന്നത്. അതെ, സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തനം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിന്റെ മുന്നിൽ ദൃഷ്ടി വെച്ച് നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതെ, ദൈവം, ശ്രദ്ധാലുവായ ദൈവം നമ്മളെ തനിയെ വിട്ടിരിക്കുകയല്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് തനിയെ വിട്ടിരിക്കുന്ന ഒരു ദൈവത്തല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന, നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ, നമ്മുടെ എല്ലാ കാര്യത്തിലും ഉത്തരം തരാൻ കെൽപ്പുള്ള, അതിന് സന്നദ്ധനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകളെ ഉറപ്പിച്ചോ, ഒരു തിന്മയ്ക്കും നമ്മളെ തകർക്കാനാവില്ല, ഒരു തിന്മയ്ക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ജയാളികളെ മാറും. കാരണം ജയാളിയായ, സർവശക്തനായ, പരിശുദ്ധനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട്, ആ ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കുന്നത് കൊണ്ട്, ആ ദൈവത്തിൽ നമ്മുടെ ഉത്കണ്ഠകൾ ഭരമേൽപ്പിക്കുന്നത് കൊണ്ട്, ദൃഷ്ടി വെച്ച് പരിപാലിച്ച് മുന്നോട്ട് നയിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് ജീവിക്കാം. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നേ, തോക്കാൻ പറ്റത്തില്ല. നീ വിചാരിച്ചാലും നിനക്ക് തോക്കാൻ പറ്റത്തില്ല. ആ ബോധത്തിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.